ഡിങ്കി ബോട്ടുകളിൽ പോവുകയാണ്. സുനിൽ ചേരുന്നു. സുനിൽ, ട്രയൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് ട്രയൽ എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവര് നേരത്തെ തന്നെ ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. കാരണം പുഴയിൽ ഏതെങ്കിലും തരത്തിൽ ഇറങ്ങാൻ കഴിയുമോ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി പരിശോധിക്കാൻ കഴിയുമോ എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി അവർ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇങ്ങനെ ഡിങ്കി ബോട്ടുകളിലായി അവർ മുന്നോട്ട് വന്ന് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ കൂടിയും അവർക്ക് ആ പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിശക്തമായ ഒഴുക്ക്, അതുപോലെ തന്നെ പുഴവെള്ളം കലങ്ങി മറിഞ്ഞാണ് നിലവിലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളായി ഇത്തരത്തിൽ നാവികസേന അംഗങ്ങൾ, അവരുടെ 15 അംഗ മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് ആ ഡിങ്കി ബോട്ടുകളിലുള്ളത്. അവർ പുഴയിലിറങ്ങി മുങ്ങി പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇന്നത് വീണ്ടും അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയാണ് ഈ കരനാവികസേന അംഗങ്ങൾ അവരുടെ ഈ ഡിങ്കി ബോട്ടുകളും മറ്റും പാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് അവർ ഈ ബോട്ടിൽ ഈ ദുരന്ത സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ വരുന്നത്. ഇപ്പോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ഡിങ്കി ബോട്ടുകൾ 3 ബോട്ടുകളിലായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ഒപ്പം അവിടെ മണ്ണുമാന്തി യന്ത്രം, അതായത് ബൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് മാന്തി അവിടെ മാറ്റി അവിടെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം സമാന്തരമായി മറ്റൊരിടത്ത് ഒരു JCB ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നുണ്ട്. അതായത് ആ പ്ലാറ്റ്ഫോം കുറെ കൂടി നദിയിലേക്ക് അടുത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഈ നമ്മുടെ നിലവിലുള്ള ഈ മണ്ണുമാന്തി യന്ത്രം, അതായത് ഈ ബൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം, അത് കുറെ കൂടി താഴേക്ക് ഉറപ്പിച്ച് നദിയോട് കുറെ കൂടി അടുപ്പിച്ച് ആഴത്തിൽ പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മഴ അല്പം മാറിയിരിക്കുന്നു. നമുക്ക് ഈ അന്തരീക്ഷം കാണാം. ഈ ദൃശ്യങ്ങൾ നോക്കൂ. ആ അന്തരീക്ഷം പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട്. അതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാവും. മഴ വന്നാൽ ഭീകരമായ മഴ പെയ്യും. വെയിൽ തെളിയുകയാണെങ്കിൽ തെളിഞ്ഞാൽ നല്ല രീതിയിൽ അന്തരീക്ഷം തെളിയും. ഇപ്പോ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം തെളിഞ്ഞിരിക്കുന്നു. ഏതാണ്ടൊരു ഇപ്പോൾ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സമയമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഭീകരമായ മഴയായിരുന്നു. അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു. ഉടനെ തന്നെ ആ കാറ്റും മഴയും മാറിയിരിക്കുന്നു. അവിടെ പൊതുവെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും തെരച്ചിൽ ദൗത്യം അതിസജീവമായി തന്നെ പുനരാരംഭിച്ചിരിക്കുന്നത് എന്ന് പറയാം. എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 2 തരത്തിൽ ഉള്ള പരിശോധന ആണ് ഇപ്പോൾ ആ പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നു. ഒപ്പം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ ദുരന്തം നടന്ന സ്ഥലത്തേക്ക്, അതായത് ഈ ട്രക്ക് ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി അവിടെ കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ടിലേക്ക് ആ നാവികസേനയുടെ ബോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡിങ്കി ബോട്ട് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 3 ഡിങ്കി ബോട്ടുകളായി 15 അംഗ നാവികസേനാ അംഗങ്ങളാണ് ഇപ്പോൾ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബാറ്ററി, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഇത് ഇപ്പോൾ ഐബോർഡിന്റെ ബാറ്ററിയും അല്പസമയത്തിനുള്ളിൽ എത്തും. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഷിരൂരിലേക്ക് എത്തിച്ചേരുമെന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലുള്ള തെരച്ചിലിലേക്ക് കാര്യങ്ങൾ എത്തും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്റലിജന്റ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ മോണിറ്ററും മറ്റും കരയിൽ ഒരിടത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. അത് അവിടെ ഒരു പ്രത്യേകമായ ഷെഡ് കെട്ടി ആ ഷെഡിലാണ് ഈ മോണിറ്ററും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. ആർമിയിലെ മുൻ മേജർ ജനറൽ M. ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കാർവാർ MLA അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും. M. K. രാഘവൻ MP അടക്കമുള്ള ആളുകൾ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. കലക്ടർ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
ജില്ലാ പോലീസ് മേധാവി എം നാരായണിയും ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ക്രെയിൻ അടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. മഴ അല്പം നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് തന്നെ ട്രക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം അങ്ങനെ ഒരു നീക്കം, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം ഉള്ളത്. അതിനുവേണ്ടുന്ന വലിയ ശക്തമായ പരിശോധന ഈ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും, വരും മിനിറ്റുകളിൽ തന്നെ ഉണ്ടാകും. അതിന്റെ എല്ലാ തരത്തിലുള്ള ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കാനും കഴിയുന്നുണ്ട്. അതായത് അവിടെ നടക്കുന്ന എല്ലാ പരിശോധനകളുടെയും ദൃശ്യങ്ങൾ, എല്ലാ രക്ഷാദൗത്യത്തിന്റെയും ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്, അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സുനിൽ, അവർ ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ആ ദൃശ്യങ്ങൾ കുറെ കൂടി ഞാൻ സ്ക്രീനിൽ എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. ജിംസ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കുറെ കൂടി വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അവിടെ അപ്പോൾ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ ലോറി ഉണ്ട് എന്ന് പറയുന്നത്. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ 3 ഡിങ്കി ബോട്ടുകളിലായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘവും എത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ഈ ഐബോൾട്ട് ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു മോണിറ്റർ ഉള്ളത് കരയിലാണ്. അവിടെ നിന്ന് ഈ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു പരിശോധന നടത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ റഡാർ പരിശോധന നടത്തുന്ന സമയത്ത് കൃത്യമായി അവിടെ നിന്ന് സിഗ്നൽ ലഭിക്കും, എവിടെയാണ് ഈ മനുഷ്യ സാന്നിധ്യമുള്ളത്, വാഹനത്തിന്റെ സാന്നിധ്യമുള്ളതെന്ന്. ആ വിവരം അപ്പോൾ തന്നെ ഈ മോണിറ്ററിൽ കൺട്രോൾ ചെയ്യുന്ന ആൾ ഈ മുങ്ങൽ വിദഗ്ധർക്ക്, നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് കൈമാറും. അവര് ഈ മുങ്ങി തപ്പുന്നതിനിടയിൽ തന്നെ അവർക്ക് പുഴയുടെ അടിത്തട്ടിലുള്ള സമയത്ത് തന്നെ അവർക്ക് ഈ വിവരം പാസ് ചെയ്യാൻ കഴിയും. ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങൾ പാസ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ഉള്ളൊരു സംവിധാനമാണ് ഈ ഡ്രോൺ റഡാർ സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ അപ്പോഴുമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറെ കൂടി മണ്ണ് മാറ്റേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പോലും ലഭിക്കുന്ന വിവരം. അങ്ങനെ മണ്ണ് മാറ്റുക എന്നുള്ളത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ കൂടി താഴേക്ക് ബൂം എക്സ്കവേറ്റർ താഴേക്ക് ഇറക്കി ഈ മണ്ണ് മാന്തി യന്ത്രം കുറെ കൂടി താഴേക്ക് ഇറക്കി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ വെച്ച് കുറെ കൂടി മണ്ണ് വേഗത്തിൽ മാറ്റുന്നുണ്ട്. ആ മണ്ണ് മാറ്റുന്നതിനൊപ്പം തന്നെ ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ കൂടി ആ പുഴയിലേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്താൻ, അതായത് അതിനുവേണ്ടിയുള്ള ബാറ്ററി സംവിധാനങ്ങൾ അടക്കം എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഇത്തരത്തിൽ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ആരംഭിക്കും. അങ്ങനെ അതിവേഗതയിൽ ആ പരിശോധന ആരംഭിക്കുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്.